നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും KCV ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ഒപ്പം പ്രാർത്ഥനയോടെ വിശ്വാസികൾ. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ മിനിമം 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. അവയവദാന സന്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത. വാർത്തകൾ വിശദമായി. ലോക ജനതയുടെ പാപങ്ങൾ നീക്കാൻ ധരണിയിൽ പുണ്യമായി അവതരിച്ച ദൈവപുത്രന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഓരോ ഹൃദയവും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറവിയെടുത്ത ആ സുന്ദര നിമിഷത്തെ പുൽകാനായി അണിഞ്ഞൊരുങ്ങുകയാണ് ഓരോ ദേവാലയവും. പുൽക്കൂടുകൾ ഒരുക്കിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും ദൈവപുത്രന്റെ വരവ് അറിയിക്കുകയാണ് ഓരോ ഭക്ത മനസ്സുകളിലും. നാടെങ്ങും വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളാലും വൈദ്യുത അലങ്കാരങ്ങൾ കൊണ്ടും കമനീയമായി അലങ്കരിച്ച് കാത്തിരിക്കുകയാണ് ക്രിസ്മസ് രാവിന്റെ വരവിനായി. ദേവാലയങ്ങളിൽ രാത്രി 12 മണിക്ക് ദിവ്യബലിയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് കരോൾ ഗാനങ്ങളും ക്രിസ്മസ് പാപ്പായുടെ പ്രവേശനവും കേക്ക് മുറിക്കലും നടക്കും. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് മിനിമം 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ചങ്ങനാശ്ശേരി SH സ്കൂളിൽ സംഘടിപ്പിച്ച എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ എന്നിവ സംബന്ധിച്ച് നടത്തിയ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ മിനിമം 10 രൂപ 20 രൂപ എടുക്കുന്നവർക്ക് 1000 മിനിമം കിട്ടും. 1000 മോളിൽ മുടക്കുന്നവർക്ക് ആനുപാതികമായ വർധനമുണ്ടാവും എന്ന കാര്യം ഞാൻ ഇവിടെ പറയാൻ. ഇത് പരിഹരിച്ച് മതിയാകും എന്ന വളരെ കർശനമായ നിലപാട് എത്തി. അത് പ്രധാനമന്ത്രി UPA ചെയർപേഴ്സൺ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രോവിഡന്റ് ഫണ്ട് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റീജിയണൽ പ്രോവിഡന്റ് ഫണ്ട് കമ്മീഷണർ സരോജിനി റാണി അധ്യക്ഷത വെച്ച അദാലത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ PRS രവീന്ദ്രൻ, CF തോമസ് MLA, സ്മിത ജയകുമാർ, KS പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവയവദാന സന്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനം. പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്ന വിഷയവുമാണ് അവയവദാനം. ആരോഗ്യ പരിപാലനത്തിനും ജീവന്റെ സംരക്ഷണത്തിനുമായി ഒരാൾ മറ്റൊരാൾക്ക് തന്റെ അവയവങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ദാനം ചെയ്യുന്നതാണ് അവയവദാനമെന്നും രോഗം മൂലമോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരാളുടെ ജീവനും ആരോഗ്യത്തിനും ഹാനികരമായ അവയവങ്ങൾക്ക് പകരം മറ്റൊരാളുടെ അനുയോജ്യമായ അവയവങ്ങൾ സ്ഥാപിച്ച് ജീവൻ സംരക്ഷിക്കാൻ അവസരമൊരുക്കാൻ അവയവദാനത്തിലൂടെ കഴിയുമെന്നും മനുഷ്യ സ്നേഹത്തെ പ്രതി മാത്രമേ അവയവദാനം നടത്താവൂ എന്നും ധനാഗമ മാർഗമായി ഇതിനെ കാണരുതെന്നും ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അവയവങ്ങൾ ദാനം ചെയ്യാമെന്നും സ്വീകർത്താവിന്റെ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തിയേക്കാം എന്നുള്ളതുകൊണ്ട് ഏതവസ്ഥയിലും ലൈംഗിക അവയവങ്ങൾ, തലച്ചോറിലെ കോശങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് സഭ അംഗീകരിക്കുന്നില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. കൂടാതെ അവയവദാന ബോധവത്കരണവും സമ്മതപത്ര ശേഖരണവും അതിരൂപതാ തലത്തിൽ നടത്തി സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയിൽ സമർപ്പിക്കുമെന്നും അറിയിച്ചാണ് ഇടയലേഖനം അവസാനിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലയിലെ ആലപ്പുഴ, ചങ്ങനാശ്ശേരി, തിരുവല്ല, മാവേലിക്കര, പാല, ഈരാറ്റുപേട്ട എന്നീ റോഡുകളുടെ ഇരുവശങ്ങളിൽ സർക്കാർ സ്ഥലം കയ്യേറി സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത പരസ്യ ബോർഡുകളും മറ്റ് കയ്യേറ്റങ്ങളും 7 ദിവസത്തിനകം ബന്ധപ്പെട്ടവർ സ്വന്തം ചിലവിൽ മാറ്റണമെന്ന് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വീഴ്ച വരുത്തുന്നവർക്കെതിരെ ഹൈവേ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും അതിനുവേണ്ടി വരുന്ന ചിലവുകൾ കയ്യേറ്റക്കാരിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. ക്രിസ്മസ് വിപണിയിൽ ഇക്കുറി തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് താറാവ്, കോഴി ഇറച്ചികൾക്ക്. ഒരു റിപ്പോർട്ട്. കന്നുകാലികൾക്ക് കുളമ്പ് രോഗം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അന്യസംസ്ഥാനത്ത് നിന്നും കന്നുകാലികളെ കൊണ്ടുവരുന്നത് നിരോധിച്ചതും രോഗം മൂലം മാടിറച്ചി വാങ്ങാൻ ജനങ്ങൾ മടിക്കുന്നതും മൂലം താറാവ്, കോഴി ഇറച്ചികൾക്ക് വൻ ഡിമാൻഡാണ്. കിലോയ്ക്ക് 70ഉം 80ഉം ഉണ്ടായിരുന്ന കോഴിയിറച്ചിക്ക് ഇപ്പോൾ 115ഉം 120ഉമാണ്. 200ഉം 220ഉം ഉണ്ടായിരുന്ന താറാവിന് ഇപ്പോൾ 300 രൂപ നൽകണം. കൂടാതെ മത്സ്യത്തിന്റെ വിലയും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. വില വർധനവ് കച്ചവടക്കാർക്ക് ആശ്വാസം നൽകുമെങ്കിലും കാണം വിറ്റ് ഓണമുണ്ട കേരളീയർ ഇനി എന്തു വിൽക്കും എന്ന ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് KCV. ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോട്ടയം CMS കോളേജിൽ സപ്ലൈകോ കോട്ടയം റീജിയണൽ ഓഫീസും ജില്ലാ സപ്ലൈ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ആലപ്പുഴയുടെ വൈദ്യുത മേഖലയിൽ വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്ന 86 കോടി രൂപയുടെ പുനരാവിഷ്കൃത ഊർജ്ജ വികസന പദ്ധതി പുരോഗതിയിലാണെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കെ.സി. വേണുഗോപാൽ അറിയിച്ചു. ഉപഭോക്താക്കളുടെ പരാതികൾ കമ്പ്യൂട്ടറൈസ് സംവിധാനത്തിലൂടെ പരിഹരിക്കാനും പ്രസരണ വിതരണ നഷ്ടം 15% താഴെയാക്കാനുമാണ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ജില്ലയിലെ ശരാശരി പ്രസരണ വിതരണ നഷ്ടം 20% മുകളിലാണ്. ഇത് കുറച്ചു വരികയാണ്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പദ്ധതി മാർച്ച് 31 പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. 2001 സെൻസസിൽ 30,000-ൽ കൂടുതൽ ജനസംഖ്യയുണ്ടായിരുന്ന നഗരങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 43 നഗരങ്ങൾ പദ്ധതിയിലുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 4 നഗരങ്ങൾ ഇതിൽ നടപ്പാക്കും. പാർട്ട് എയിൽ 74 കോടി രൂപയുടെ പ്രവർത്തനങ്ങളും പാർട്ട് ബിയിൽ 12 കോടി രൂപയുടെ ആധുനികവൽക്കരണവുമാണ് ഉള്ളത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ജില്ലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുന്നു. ഡിസംബർ 24 മുതൽ ജനുവരി 1 വരെയാണ് പോലീസ് മുഴുവൻ സമയ നിരീക്ഷണവും വാഹന പരിശോധനയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ, പൊതുസ്ഥലങ്ങളിൽ ബഹളം വെക്കുന്നവർ തുടങ്ങിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം. പൊതുസ്ഥലങ്ങളിൽ അപകടകരമായി പടക്കം പൊട്ടിക്കുന്നവർക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിൽ സംരക്ഷണ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായ വിതരണ ഉദ്ഘാടനം ഡിസംബർ 27 ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് 2 റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള മാലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വീടുകളിൽ മെച്ചപ്പെട്ട വിറകടുപ്പുകൾ സ്ഥാപിക്കുന്നതിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയതായി അനർട്ട് കോട്ടയം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു. സ്കൂളുകൾ, അംഗൻവാടികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി അടുപ്പുകൾ സ്ഥാപിക്കുന്നതിനും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് അനർട്ടിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. കിലയുടെ നേതൃത്വത്തിൽ രാമങ്കിരി പഞ്ചായത്തിലെ മെമ്പർമാർക്കായി കുടിവെള്ളം, ശുചിത്വം എന്നീ വിഷയങ്ങളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. രാമങ്കിരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാധനം മുഴുവൻ വന്ന് അടിയുന്നതിന്റെ നമ്മളുടെ പ്രത്യേകത ലോകത്തിന്റെ കേരളത്തിൽ തന്നെ വേസ്റ്റുകൾ മുഴുവൻ വന്ന് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് കുട്ടനാട്. ഈ സാധനം മുഴുവൻ വന്ന് അടിയുന്ന സ്ഥലം കുട്ടനാടില്ല. ആരുടെയും കുറ്റമല്ല, അവിടുന്ന് വേസ്റ്റ് പുറത്തുണ്ടാകാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അതൊക്കെ പൊതുവെടുക്കുമ്പോൾ വലിയ മാരക പ്രശ്നങ്ങളായി വെള്ളത്തിന്റെ പ്രശ്നത്തെക്കാളും വലിയ വിഷയമായിട്ട് മാറി അവരുടെ വേസ്റ്റ് പുറത്തുണ്ടാകാൻ പാടില്ല.
അപ്പൊ ആരെങ്കിലുമൊക്കെ അത് രാഷ്ട്രീയമായിട്ട് അപ്പൊ പിന്നെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കോ അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ വേണ്ട അവസ്ഥ. വൈസ് പ്രസിഡന്റ് സുശീല ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിസോഴ്സ് പേഴ്സൺ സോമശേഖരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ, മെമ്പർമാരായ അജയ് ഘോഷ്, അമ്പിളി, ശോഭനാകുമാരി, വി പ്രസന്നകുമാരി, സെക്രട്ടറി സന്തോഷ്, കില കോർഡിനേറ്റർ AK ഷംസുദൻ, സിബി മൂലങ്കുന്നം, ഷീബ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമങ്കരി NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനുള്ള അവസരം ഒരുക്കുകയും സാമൂഹ്യ സേവനത്തിലൂടെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകുക, അതുവഴി കുട്ടികൾ സ്വഭാവ രൂപീകരണം, സഹാനുഭൂതി, ത്യാഗസന്നദ്ധത, ദേശീയത എന്നിവ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ നാഷണൽ സർവീസ് സ്കീമും സാമൂഹ്യ സേവനവും എന്ന വിഷയത്തിൽ പുന്നപ്ര ജ്യോതികുമാർ ക്ലാസ് നടത്തി. ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയമങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കുട്ടനാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S. സുബി ക്ലാസ് നയിച്ചു. എപ്പോഴെങ്കിലും നിന്നെ നോക്കി ഇല്ലേ? പക്ഷേ ടീച്ചർ പറയുന്ന വാക്ക് കാഴ്ചപ്പാട് നമ്മളിലാണ്. കുട്ടികളെ പ്രതികരിക്കുക, അറിവുണ്ടാവും, ആയുധമുണ്ടാവും. ആദിക റാഹിമി പോലുള്ള ഇറാനി എഴുത്തുകാരി എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. ആശാന്റെ ചാരവും ഭൂമിയും ചാരവും മണ്ണും എടുത്ത് വായിക്കും പുസ്തകം. ആശാനത്തിൽ അധികരാഹി പറയുന്നു, ഏറ്റവും കനത്ത ശബ്ദമുണ്ടാക്കുന്നത് പിന്നെ വലിയ നിശബ്ദത ഉണ്ടാക്കും. സമാപന ദിവസമായ 27-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്യും. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വ്യാപകമായി നാഷണൽ സർവീസ് സ്കീം നടത്തിവരുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഇവിടെ NSS UP സ്കൂളിലെ ക്യാമ്പ് നടക്കുന്നത്. വിദ്യാർത്ഥികളിലെ സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം കുട്ടികളിൽ പുതിയ ഒരു ചിന്തയും അവരിൽ നല്ല സൽസ്വഭാവം ഒക്കെ രൂപീകരിച്ച് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന അങ്ങനെ ആ ഒരു ആധുനിക ഭാരതം കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാഷണൽ സർവീസ് സ്കീമിന്റെ ആറ്റുമാത്തല 1541 നമ്പർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു. കേരള കോൺഗ്രസ് M നേതൃത്വം നൽകിയ പാനലിലാണ് ഭൂരിപക്ഷം. 12 അംഗ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിൽ വിജയിച്ചു. പ്രസിഡന്റായി സിബിച്ചൻ കാളാശ്ശേരി അധികാരമേറ്റു. ബോർഡ് അംഗങ്ങളായി ജോയിച്ചൻ കൊല്ലംപറമ്പ്, തോമസ് ചാക്കോ തൈപ്പറമ്പ്, ജോർജ് തോമസ് തേവർക്കാട്, PJ ജോസഫ് പൊള്ളത്ര, KV സെബാസ്റ്റ്യൻ കൈതാരം, രാജമ്മ ബാബു, സൂസമ്മ മോനിച്ചൻ, നോബിൻ P. ജോൺ, ഏലിയസ് സെബാസ്റ്റ്യൻ, KK കുഞ്ഞുമോൻ, മിനിമോൾ റോയ് എന്നിവരും അധികാരമേറ്റു. ചടങ്ങിൽ സെക്രട്ടറി സുനിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രമൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തോട്ടുവാത്തല തിരുഹൃദയ ദേവാലയത്തിലെ യുവദീപ്തി അംഗങ്ങൾ. 16 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള ഭീമൻ നക്ഷത്രം കവുങ്ങും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫാദർ ജോർജ് കാത്താമൂട്ടിന്റെയും ജോഷി തോമസ് ചിറയിലിന്റെയും നേതൃത്വത്തിൽ 10ഓളം യുവദീപ്തി അംഗങ്ങൾ 7 ദിവസം കൊണ്ടാണ് നക്ഷത്രം ഒരുക്കിയത്. 12,000 രൂപയോളം നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിനായി ചിലവാക്കി. ജനുവരി 19 നടക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് യുവാക്കൾ ഭീമൻ നക്ഷത്രം ഒരുക്കിയത്. ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നു. ഡിസംബർ 28-ന് 3 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിക്കും. CF തോമസ് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന OP കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനമന്ത്രി KM മാണി നിർവഹിക്കും. CF തോമസ് MLA, നഗരസഭാ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ തുടങ്ങിയവർ സംസാരിക്കും. കണ്ണാടി 1193 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബയോഗ യൂണിറ്റുകളുടെ സംഗമവും പഠന ക്ലാസും ഡിസംബർ 25-ാം തീയതി ബുധനാഴ്ച നടക്കും. SNDP യോഗം കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ശാഖായോഗം പ്രസിഡന്റ് PM മോഹനൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. എടത്തുവ ചങ്ങങ്കരി വേലിക്കളത്തിൽ വർക്കി ജോർജ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പുളിങ്കുന്നു തൈപ്പറമ്പ് വീട്ടിൽ വിജയൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ഒപ്പം പ്രാർത്ഥനയോടെ വിശ്വാസികൾ.
എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ മിനിമം 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. അവയവദാന സന്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.